ഹിന്ദു സ്ത്രീകളെ തലയിൽ തട്ടം ധരിച്ച് ജോലി ചെയ്യാൻ സ്ഥാപന ഉടമ നിർബന്ധിച്ചു. തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ കൂടാതെ ഓഡിറ്റോറിയത്തിലെ ഈ സ്ഥാപന ഉടമ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ പ്രതികരിക്കാൻ മടിക്കുന്നത്. അല്ല, നിങ്ങൾ അന്ന് ആ സമയത്തൊക്കെ പോയിരുന്നോ? ഇവിടെ അറിഞ്ഞ സമയത്ത് പോയിട്ടുണ്ട്. ഉടമയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ എന്താ പറയുന്നത്? ഉടമ പറയുന്നത് അതൊരു ഉസ്താദ് പറഞ്ഞ പ്രകാരമാണ് അത് ചെയ്തത് എന്നാണ്. അപ്പോൾ ഇനി മുന്നോട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സംഭവം നടന്നത് കോഴിക്കോട്ട് ഇരിങ്ങത്താണ്. ഹിന്ദു സ്ത്രീകളെ തലയിൽ തട്ടം ധരിച്ച് ജോലി ചെയ്യാൻ സ്ഥാപനോടമ നിർബന്ധിച്ചെന്നാണ് ആക്ഷേപം. നിർബന്ധിച്ചത് മാത്രമല്ല, അവരുടെ നെറ്റിയിൽ തിലകവും കുറിയും ഉണ്ടായിരുന്നു. ആ കുറി വരെ മായ്ക്കാനായിട്ട് നിർബന്ധിപ്പിച്ചു. സംഭവം നടന്നത് വേറെ എവിടെയുമല്ല, ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു സ്ത്രീകൾക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടത്. ഷെരീഫ് കുമ്മോളിയാണ് സ്ഥാപനോടമ. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി. നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം എന്ന് പറയുന്നത് വളരെ നാണക്കേട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആ സ്ത്രീകള് ധരിച്ചു വന്നിരുന്ന, അതായത് കുറി തൊട്ട് വന്നപ്പോൾ ആ കുറി വരെ മായ്ച്ചു കളയാൻ നിർബന്ധിച്ചിട്ട് അവരുടെ മതത്തിന്റെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മതേതരത്വം തകരുകയല്ലേ ചെയ്യുന്നത്? ഇതേ ആളുകൾ തന്നെയാണ് 2025 സെന്റ് റീത്ത സ്കൂളില് ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ ഇത് ഈ സ്കൂളിന്റെ പ്രോട്ടോകോളായിട്ട് മാച്ച് അല്ല, അതുകൊണ്ട് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ഫുള്ള് കവർ ചെയ്ത് വരാൻ പാടില്ല, സ്കൂളിലൊരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം വെച്ചിട്ട് നമുക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും പിന്നെ SDPക്കാരും വന്ന സെന്റ് റീത്ത സ്കൂളിൽ വളരെ പ്രശ്നമുണ്ടാക്കിയതാണ്. എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പ്രിൻസിപ്പലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിന്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ്, വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. എന്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ? ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് 2 ദിവസം ആ സ്കൂൾ അടച്ചിട്ടാണ്. നോക്കണം, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹിജാബ് ധരിപ്പിക്കാനായിട്ട് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കുഞ്ഞിന്റെ വീട്ടുകാരും അതേപോലെ സ്കൂളിലെ അധികൃതരും മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയത്തിലാണ് അവിടെ SDPക്കാർ ആ സ്കൂളിലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ അവിടെ മതേതരത്വം തകരും, അല്ലെങ്കിൽ ഇങ്ങനെ പാടില്ല അങ്ങനെ പാടുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഹിജാബ് ധരിച്ച് സ്കൂളിൽ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് പ്രബുദ്ധ മലയാളികൾ ഇതിലൊന്നും സംസാരിക്കാൻ താല്പര്യം കാണിക്കുകയില്ല. കാരണം ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് വൺ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹിജാബ് ധരിച്ച് സ്കൂളിൽ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചവരോട് എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദു സ്ത്രീകള് തിലകമണിഞ്ഞ് അല്ലെങ്കിൽ കുറി തൊട്ട് കാറ്ററിങ്ങിന് വന്നാൽ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? നിങ്ങളുടേതായ രീതിയിൽ വസ്ത്രം ധരിച്ച് മാത്രം വരിക എന്ന് എവിടെയും നിയമം എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ട സ്ത്രീകളെ മാത്രം ആ കാറ്ററിങ്ങിന് എടുത്താൽ മതിയല്ലോ. അല്ലാതെ അന്യ മതത്തിൽപ്പെട്ട സ്ത്രീകളെ കാറ്ററിങ്ങിന് എടുത്തിട്ട് അവരവിടെ വരുമ്പോൾ, അതായത് ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കാറ്ററിങ്ങിന് ജോലിക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈ തട്ട് ഉടണം, നിങ്ങൾ ഹിജാബ് ഇട്ട് മാത്രം നിങ്ങൾ ഈ പണി എടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ലംഘിക്കപ്പെടുന്നത് ആ ഒരു സ്ത്രീയുടെ മതവികാരമാണ്. കാരണം ഒരു കാര്യവുമില്ലാതെ മറ്റൊരു മതത്തിന്റെ വസ്ത്രം നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. ഇഷ്ടപ്പെട്ട് ധരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഫോഴ്സ്ഫുള്ളി അത് ധരിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബിന്റെ ഇഷ്യൂ നടന്നപ്പോൾ അതിനെ അനുകൂലിച്ച് പ്രസംഗിച്ച പലരെയും ഇന്ന് ഇവിടെ കാണാനില്ല. കാരണം അവർക്ക് ഹിജാബ് മാറ്റാൻ പറഞ്ഞാലാണ് പ്രശ്നം, ഹിജാബ് ഇടാൻ പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു പ്രശ്നവും വരികയില്ല. SDPക്കാരൊക്കെ അന്ന് അഘോരാത്രം പ്രസംഗിച്ചതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് എന്താണ്, സ്കൂളിന്റെ പ്രോട്ടോകോൾ എന്താണോ ആ പ്രോട്ടോകോൾ വെച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. എന്തുകൊണ്ടെന്നോ, കാരണം ഇവരുടെയൊക്കെ അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മേൽ മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർക്ക് അതിജീവനമുള്ളൂ. ആ അതിജീവനത്തിന്റെ പിൻബലം കൊണ്ടാണ് അന്ന് ഹിജാബ് ഇഷ്യൂ കൊണ്ടിട്ട് സെന്റ് റീത്ത സ്കൂളിൽ ഇവരെല്ലാം അവിടെ വന്ന് പ്രതിഷേധിച്ച് അവസാനം അവിടുത്തെ സ്കൂൾ അധികൃതർ കട്ടയ്ക്ക് നിന്നത് കാരണം ആ കുട്ടി അവിടെ നിന്ന് TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം
അവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വന്ന ഒരു കുട്ടിയല്ല ആ മുസ്ലിം കുട്ടി. കാരണം ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ സ്കൂളിലെ പ്രോട്ടോകോൾ ഒരു വിഷയവുമല്ല. അപ്പോൾ ഈ കുട്ടിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഹിജാബ് ആണോ പ്രശ്നം? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിഷ കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി എളുപ്പം പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടവിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. കുട്ടി വന്നിട്ടുണ്ട്, എന്റെ ഈ തട്ടുമാണോ പ്രശ്നം? ഈ തട്ടം കാണാൻ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിജാബ് ധരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ അവരുടെ ഈ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ധരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ വളരെ നീചമായിട്ടുള്ള കാര്യം തന്നെയാണ്. കേരളത്തിലെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന അതേ രീതിയിലുള്ള കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് കടുത്ത പ്രതിഷേധം ഇതിനെതിരെ നടത്തേണ്ടതാണ്. ഈ ഉടമേനെ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം വെക്കാമല്ലോ, തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് ഞങ്ങൾ കാറ്ററിംഗിൽ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അന്തസ്സുണ്ട്. പക്ഷെ ഇവിടെ അന്തസത്ത അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ ജോലിക്കെടുക്കുകയും അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അതായത് സിന്ദൂരം മായ്ക്കണം, കുറി മായ്ക്കണം, എന്താണ് എന്നിട്ട് ഹിജാബ് ധരിക്കണം. ഹിജാബ് ധരിച്ചു വരുമ്പോൾ എന്താണ് അവരുടേതായിട്ടുള്ള മതത്തിന്റെ രീതിയിൽ തന്നെ നമ്മൾ മാറുകയാണ്. ഒരു തരത്തിൽ ഇത് കൺവേർഷൻ തന്നെയാണ്. നമുക്കറിയാം മതപരിവർത്തനമൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. ആ ഒരു സമയത്ത് ഇപ്പൊ ഫോഴ്സ്ഫുള്ളിയാണ്. ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്, TCS ഉൾപ്പെടെ നാസിക്കിലെ, മഹാരാഷ്ട്രയിലെ നാസിക്കിലെ TCS ഉൾപ്പെടെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയാക്കിയ ഒരുപാട് പെൺകുട്ടികൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ 7ഓളം കോർപ്പറേറ്റ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത്. അതിലെ പ്രധാന പ്രതിയായ നിതാ ഖാൻ ഇപ്പോൾ പുറത്തിറങ്ങിയത്. കാരണം നിതാ ഖാൻ ഗർഭിണിയായതുകൊണ്ട് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ TCSലാണ് നടന്നതെങ്കിൽ, അതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് നടന്നതെങ്കിൽ ഇവിടെ കേരളത്തില് ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമുക്കറിയാം 2047 നമ്മളുടെ രാജ്യം സ്വപ്നം കണ്ട് ജീവിക്കുന്ന പല ആളുകളും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് അവർക്ക് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ടാണ് അവർ ചെറിയ ചെറിയ അടവുകൾ ഇവിടെ പണിയാൻ തുടങ്ങിയിരിക്കുന്നത്. ആദ്യമേ കഴിഞ്ഞ വർഷം അവർ ഹിജാബിന്റെ ഇഷ്യൂ പറഞ്ഞ ഒരു സ്കൂളിന്റെ ക്രെഡിബിലിറ്റിയെ തകർക്കാൻ നോക്കി. ഇപ്പോൾ 2026 ഹിന്ദു സ്ത്രീകളെ തലയിൽ തട്ടമിടിപ്പിച്ച് കാറ്ററിംഗിന് നിർബന്ധിച്ച് ജോലി എടുപ്പിച്ചു. മാത്രമല്ല ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക്, അതായത് ഹിജാബ് മാത്രമാണോ ഇവിടെ ധരിക്കാൻ പാടുകയുള്ളൂ? അതായത് ഒരു ഹിന്ദു സ്ത്രീക്ക് ആ ഹിന്ദു സ്ത്രീയുടെ തിലകമണിഞ്ഞ് കാറ്ററിംഗ് ജോലി ചെയ്യാൻ അനുവാദമില്ലേ? യൂണിഫോം ധരിക്കാം, അതെല്ലാം ഒരുപോലെ യൂണിഫോമിറ്റ് ധരിക്കേണ്ടതാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാൾ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഹിജാബ് ധരിക്കണം, കുറി മാറ്റണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ മോശകരമായ കാര്യമാണ്. എന്താണെങ്കിലും ആ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയെ കർശനമായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ് അദ്ദേഹത്തിനെതിരെ. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ മതപരിവർത്തനം നടത്തുന്നതിന് തത്തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് നമുക്ക് എന്തുമാകാം, മറ്റൊരിടത്ത് നമുക്ക് അതാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അതായത് മുസ്ലിങ്ങൾ, അതായത് ഹിജാബ് ധരിക്കാം, അതൊരു മുസ്ലിം വിഭാഗത്തിന് എന്തും വാരിക്കോരി കൊടുക്കാം. അതുപോലെ ഹിന്ദു വികാരത്തിന്റെ, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിന്റെ, ഹിന്ദു മതത്തിന്റെ എല്ലാം വ്രണപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മതേതരത്വം തകരാൻ വേണ്ടിയിട്ട് കാരണക്കാർ. നമ്മൾ ഒരു സൈഡിൽ നമ്മൾ മതേതരത്വം ഉണ്ട്, മതേതരത്വത്തിന് വേണ്ടി വാദോരാതെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരു സൈഡിൽ മതേതരത്വം എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിജാബിന്റെ ഇഷ്യൂവിന് വേണ്ടി സംസാരിച്ചവർ ഇത് കേരളത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.